ഇന്നത്തെ രാഷ്ട്രീയ വശവും അതുപോലെ വിശ്വാസവും ഇത് രണ്ടും സമാന്തരമായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുകയാണ്. വിശ്വാസികളാണെങ്കിൽ ആ ഭാഗം ചർച്ച ചെയ്യും, രാഷ്ട്രീയ തൽപരർ മറ്റേ മറുഭാഗവും ചർച്ച ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. കാരണം ഇനി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ എന്താണ് അവരുടെ നിലപാടെടുക്കുക? ഈ അന്വേഷണ സംഘത്തിൽ കോടതി ഇനി എന്ത് നിലപാടെടുക്കും? എന്തെങ്കിലും ചലനങ്ങൾ, തുടർ ചലനങ്ങൾ ഈ സംഘത്തിലുണ്ടാകുമോ? അതൊക്കെ ഇനി ചോദ്യങ്ങളായി വരുന്നു. മാത്രമല്ല, സാമ്പത്തികമായ ഇടപാടിനെക്കുറിച്ച് തന്ത്രിയുടെ ഒരു ഭാഷ്യം നമ്മൾ കണ്ടു. അതായത് 2000 മുതലുള്ള തന്ത്രിയുടെ സാമ്പത്തിക ഇടപാട് അന്വേഷിച്ചിട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നൊരു ഇതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അത് ഞാനതിൽ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഈ തന്ത്രി കുടുംബത്തിലുള്ളവരെയൊക്കെ ഈ ഗവൺമെൻറ് ക്ഷണിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം രാഷ്ട്രീയ നേതൃത്വം കുടുങ്ങുമോ എന്ന രീതിയിലേക്ക് എത്തിയപ്പം ഗവൺമെൻറ് തന്ത്രിയെ ചതിച്ചോ എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. അങ്ങനെ വരുമ്പോൾ തന്ത്രിയുടെ ഒരു വാക്കുണ്ട്, രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ, അത് ഏത് ഇടപെടലുകളാണ് നടത്തിയെന്നുള്ള ഇനി തന്ത്രിയാണ് കോടതിയിൽ വിശദീകരിക്കേണ്ടത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണത്തിൽ നമ്മൾ നമ്മുടെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരുപാട് വാർത്തകളുണ്ട്. SITയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. അതിൽ വന്ന എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളുടെ വാഹനവുമായി ബന്ധപ്പെട്ട UDF ഭരണം ഒരു കാര്യം വന്നു, മുഖ്യമന്ത്രിയുടെ പ്രസംഗം വന്നു. ആ കാലത്ത് ദേവസ്വം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് KC വേണുഗോപാലിൻ്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരു തന്ത്രിയുടെ 2 കോടി രൂപ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ കോൺഗ്രസ് MP ആൻ്റോ ആൻ്റണിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടിക്കടത്തി വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിൽ ഈ രാഷ്ട്രീയ അംശം കൂടിക്കൂടി വരികയാണ്. അവിടെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് ഈ കൊടിമരത്തിലേക്ക് എന്തിനാണ് SIT പോയെന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. SIT അന്വേഷിച്ച വിഷയം എന്താണ്? SIT അന്വേഷിക്കേണ്ട വിഷയം ദ്വാരപാല ശില്പത്തിലെ കവചം കാണാതായതും അതുപോലെ ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളിയുമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കോടതി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും കൃത്യമായ കണക്കില്ലെന്ന് കോടതി പറയുകയും 1999 തൊട്ടോ എന്തോ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. അത് KSEBക്ക് കൊടുക്കുന്ന പണത്തെ അന്വേഷിക്കണം, പോലീസിന് കൊടുക്കുന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കണം, വനംവകുപ്പിന് കൊടുക്കുന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കണം, നടവരവ് ബാങ്കിൽ എത്ര ബാക്കിയുണ്ടെന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതൊക്കെ വേറെ വിഷയമാണ്. ഇവിടുത്തെ വിഷയം എന്താ? സ്വർണ്ണപ്പാളി കാണുന്നില്ല. അപ്പോഴാണ് UDF പറഞ്ഞത് സ്വർണം കട്ടവരാരപ്പ. അതിൻ്റെ ഉത്തരം അവർ തന്നെ പറഞ്ഞു. അത് രൂക്ഷമായി വന്നപ്പോഴാണ് ഇത് UDFലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അവിടെ SITയുടെ മേലിൽ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ SITക്ക് അവിടെ എന്തെങ്കിലും ഒരു പരിഭ്രമം സംഭവിച്ചുവോ?